തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ അപകടം കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ സാറ്റലൈറ്റ് ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പിന്നിലുള്ള നിഗൂഢതകൾ, ദുരൂഹതകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അവരവരുടെ എന്ത് പറയും പേഴ്സ്പെക്റ്റീവ്, പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ ഒബ്സർവേഷൻസ് ഇതൊക്കെ വെച്ചിട്ട് പോകുന്ന ന്യൂസ് ചാനലുകളാണ്. ഇന്ന് ഈ ദിവസം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഇവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള നിഗൂഢതകളെക്കുറിച്ചോ ദുരൂഹതകളെക്കുറിച്ചോ ഊഹാപോഹങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വൈ? ബിക്കോസ് അവിടെ പോയത് രാവിലെ മുതൽ ഈ അപകടം നടക്കുന്നതിൻ്റെ മിനിറ്റുകൾ, മണിക്കൂറുകൾക്ക് മുന്നേ വരെ അവിടെ ഉണ്ടായിരുന്നത് കേരളത്തിലെ പ്രമുഖ ചാനലുകളുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും ജേർണലിസ്റ്റുകളുമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ചെന്നത്, ഇത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങൾക്ക് അനുവാദം നൽകി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് കൊണ്ടിട്ട് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഇത്രയും മണിക്കൂറുകൾ ചെലവഴിച്ചതെന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കാർക്കും ഒന്നും ഉണ്ടാകില്ല. എന്താണെങ്കിലും ഈ അപകടം റിലേറ്റ് ചെയ്ത് ഇന്നലെ ഇന്നൊക്കെയായി വന്ന കുറച്ച് വാർത്തകളും ആൻഡ് എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസുമാണ് എഗെയിൻ ഈ വീഡിയോനകത്ത് ഞാൻ പറയുന്നത്. ആദ്യം വെടിക്കെട്ട് വേണം എന്നായിരുന്നു പാറമേക്കാവിൻ്റെ ഒരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെടിക്കെട്ട് നടത്തും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമൊക്കെ ആദ്യം വന്നെങ്കിലും ഇപ്പോൾ വെടിക്കെട്ടില്ലാത്ത തൃശ്ശൂർ പൂരമായിരിക്കും നടക്കാൻ പോകുന്നത്. കുടമാറ്റമാണെങ്കിലും 15 മിനിറ്റ് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, കാരണം ഈ മരണപ്പെട്ടവരൊക്കെ ഇതേ തൃശ്ശൂർ പൂരം കളർഫുള്ളാക്കാനും ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാനുമുള്ള അവരുടെ എഫേർട്ടിനിടയിലാണ് അവർ മരണപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അവരോട് കാണിക്കേണ്ട ഒരു ബേസിക് റെസ്പെക്റ്റാണ്. അല്ലാതെ അതിൽ പൂരത്തിൻ്റെ ആവേശം, ആഘോഷത്തിൻ്റെ വർണ്ണപ്പകിട്ട് ഇതൊന്നുമല്ല ഇതിനകത്തുള്ളത്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് കാണിക്കേണ്ട ബേസിക് റെസ്പെക്റ്റ്, ആ സാധനം കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പൂരം, എന്ത് ദൈവം എന്നുള്ളൊരു ചോദ്യം സൊസൈറ്റിയിൽ ഉയരും. അപ്പോൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് വളരെ നന്നായി. പിന്നെ പാറമേക്കാവ് ദേവസ്വം വെടിക്കെട്ട് നടത്താനുള്ളൊരു ഇനീഷ്യേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തോ ദുരൂഹത ഉള്ളതും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. കാരണം പാറമേക്കാവ് വെടിക്കെട്ട് ലൈസൻസിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, അവരുടെ പടക്ക നിർമ്മാണ ഷെഡിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവിടുന്ന് കുറേ അനധികൃതമായിട്ട് അവർ കൈവശം വെച്ചിരുന്ന കുറേ എക്സ്പ്ലോസീവ്സ് ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊരു സൈഡിൽ വേറെയും നടക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. അത്ഭുതകരമായി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ ചേട്ടൻ പാട്ടൊക്കെ പാടി വൈബ് അടിച്ചിരിക്കുന്ന വീഡിയോ പല ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുമ്പോൾ ഈ ചേട്ടൻ്റെ മടിയിലൊരു മൈക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വെച്ച പോലത്തെ ബട്ടൺ മൈക്ക്, ഇത് ഈ ചേട്ടൻ്റെ മടിയിൽ മുണ്ടിൻ്റെ ഇടയിലാണ് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ പ്ലേ ചെയ്യാം. നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരമായാലും പെരുന്നാളായാലും നമ്മളൊക്കെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇത് നടത്തുമ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു മധുരിക്കും ഓർമ്മകളാണ്. മധുരിക്കും ഓർമ്മകളേ. ആ ചേട്ടന് ഇനി ഒരു ട്രോമ ഉണ്ടാവണ്ട, ഞാൻ ആ പാട്ടോ കാര്യങ്ങളോ കൂടുതലായിട്ട് വെക്കുന്നില്ല. ബട്ട് നിങ്ങളതിൽ വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ ചെറിയ ഗാഡ്ജറ്റ്സുകൾ ഇപ്പം ഇങ്ങനെയാണല്ലോ, മൈക്രോ മിനി ഗാഡ്ജറ്റ്സുകൾ, മൈക്കാണെങ്കിലും എല്ലാം ഉണ്ട്, ലൈറ്റ്സ് എല്ലാം ചെറുത് കാര്യങ്ങൾ, ഷൂട്ട് വരെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. ഈ രാവിലെ മുതൽ ഈ അപകടം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഒരുപാട് ചാനലുകൾ, മെയിൻ സ്ട്രീം ചാനൽസ്, യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ വന്നു പോകുന്നൊരു സ്ഥലം. ഇവിടെ ഇത് കൺട്രോൾ ചെയ്യാൻ ആരാണ് ഉണ്ടായിരുന്നത്? ഇവിടെ സേഫ്റ്റി മെഷേഴ്സ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാൻ ആരാണ് ഉണ്ടായിരുന്നത്? ഇവർക്ക് പെർമിഷൻ കൊടുത്തത് ആരാ? ഇതേപോലെ ചെറിയൊരു ഗാഡ്ജറ്റ് മതി അവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ. ആ ചേട്ടൻ്റെ മടിയിലാതിരിക്കുന്നത്. ഇവർ വീഡിയോ എടുത്തുകൊണ്ട് പോയ പോക്കിനാ പോയിട്ടുണ്ടെങ്കിൽ ആ സാധനം അവിടെ ഇട്ടിട്ട് പോയാൽ ഇത്ര മതി. ഇങ്ങനത്തെ ഒരു അശ്രദ്ധ മാത്രം മതി അവിടെ ഈ ദുരന്തത്തിലേക്ക് കാര്യങ്ങളെത്താൻ. പിന്നെ ഈ ദുരന്തം നടന്നത് മുതൽ എല്ലാവരും പറയുന്നുണ്ട് ചൂട് കാരണം. കേരളത്തിലേക്കാ വലിയ ചൂടാണ് തമിഴ്നാട്ടിലടക്കം. പിന്നെ അങ്ങോട്ട് ഇനി നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ സിമിലർ ആക്ടിവിറ്റി ഇതേപോലെ
ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാതെ സേഫ് അല്ലാതെ ഇതേ വെടിമരുന്നും സാധനങ്ങളും അവിടെ കൈകാര്യം ചെയ്യുന്ന വെടിപ്പുരകളും പരിപാടികളൊക്കെ ഉണ്ട്, പടക്കപ്പുരകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇതേപോലെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുമുണ്ട്. അവിടെയും ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടിൽ ഇത് പൊട്ടിയതാണോ, ചൂടാണോ മെയിനായിട്ടുള്ള കാരണം? അത് ചൂടും കൂടി ഒരു കാരണമാണ്. ചൂടും കൂടി ആയപ്പോൾ വേറെ എന്തോ ഒന്ന് ട്രിഗർ ചെയ്തു. ഇതല്ലേ സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഞാൻ വേറൊരു ന്യൂസ് വീഡിയോ പ്ലേ ചെയ്യാം. ഈ അപകടത്തിൻ്റെ സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ളത് പെസോ പറയുന്നതാണ്. സ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിന്റെ ഒരു അപകടത്തെ എങ്ങനെയൊക്കെ അന്വേഷിക്കുന്നു എന്ന് നോക്കിയാൽ, ഒന്ന് പോലീസിന്റെ അന്വേഷണം, രണ്ടാമത്തേത് മജിസ്ട്രേറ്റിലെ അന്വേഷണം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം, അതോടൊപ്പം തന്നെ പെസോയുടെ വിലയിരുത്തലുകൾ, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതിൽ ഓരോന്നിന്റെയും നിർണായകമായ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിലേറെ പ്രധാനപ്പെട്ടതാണ് പെസോയുടെ ഒരു വിലയിരുത്തൽ. അവരിന്ന് രാവിലെ മുതൽ സ്പോട്ടിലുണ്ടായിരുന്നു, വിശദമായ തെളിവെടുപ്പും അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട്. അതിലാണ് ചൂട് ഈ ഒരു സ്ഫോടനത്തിന്, ഈ ഒരു ദുരന്തത്തിന് വഴിവെച്ചിട്ടില്ല എന്നൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കാരണം ഇത് ഇന്ത്യ ഒട്ടുക്കും നിയമമാണ് പെസോയിൻ്റെത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു സാഹചര്യത്തിലുള്ള ചൂട് മാക്സിമം 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ ഇതിനേക്കാൾ കൂടുതലാണ്. അവിടെയും സമാന രീതിയിലുള്ള എക്സ്പ്ലോസീവുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചൂടത്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരിടത്തും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു ചൂട് ഈ ഒരു എക്സ്പ്ലോസീവിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനത്തിന് വഴി വെക്കില്ല എന്ന് തന്നെയാണ് പെസയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ് അവരുടെ ഒരു പ്രാഥമികമായ വിലയിരുത്തലുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു അന്വേഷണം, ഈ ഒരു പരിശോധനയുമൊക്കെ രാവിലെ നടത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. അവരുടെ അന്വേഷണം ഈ ഒരു സംഭവത്തിൽ ഏറെ നിർണായകമാണ്. എ ഡി എമ്മിന്റെ കൂടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം എന്ന് പറയുന്നത്. പ്രധാനമായും എങ്ങനെയാണ് ഇവിടെ ഒരു ദുരന്തം ഉണ്ടായത് എന്ന് കണ്ടെത്തണം. ഇതിന്റെ ഭാഗമായാണ് ഇവരെല്ലാവരും അന്വേഷണം നടത്തുന്നത്. ഓക്കെ, ചൂടാണ് മെയിൻ റീസൺ എന്ന് പറയുന്നവരോട്, ചൂടാണെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യാൻ ഒരു കാര്യം കാണും, ഒരു സ്പാർക്ക് വരാൻ ഒരു ട്രിഗറിങ് പോയിന്റ് കാണും. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ പോലും ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം, ഇത്രയും മീഡിയാസ് അവിടെ വന്നു പോവുകയാണ്. അപ്പോൾ ഈ ബാറ്ററി പാക്കൊക്കെ ബാക്ക് പാക്കായിട്ട് ബാക്കിലിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാ ബാറ്ററി പാക്ക് അല്ലെങ്കിൽ അവർക്ക് പവർ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരാൾ ഇനി എക്സ്റ്റേണലി അവിടുന്ന് ഒരു വയറ് വലിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളൊരു വൈദ്യുതി എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഗാഡ്ജറ്റ് മറന്നു വെച്ചിട്ടുണ്ടോ? അങ്ങനത്തെ 100,000 ചോദ്യങ്ങളിലേക്കാണ് ഇതിൻ്റെ സംശയം പോയിക്കൊണ്ടിരിക്കുന്നത്. മീഡിയക്കാരുടെ ഇടയിൽ തന്നെ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഇവരാരും ഇത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ദാറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. കാരണം നാളുകളിൽ ഇത് നടക്കരുത്, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത്. ഇനി അവരുടെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സംഗതികൾ നടക്കാൻ പാടില്ല എന്നുള്ളൊരു തോട്ട് ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇതും കൂടി ഡിസ്കസ് ചെയ്യില്ലേ? അതാണ് അവിടെയൊക്കെ ഞാൻ ആകെ എന്തോന്നറിയത്, ഇവിടുത്തെ മീഡിയാസിൻ്റെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ എന്താണെന്നുള്ളത് ചിന്തിച്ചു പോവാണ്. ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, വലിയൊരു സ്ഫോടനമാണല്ലോ നടന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? ഇവിടെ നമ്മൾ രാവിലെ ബഹുമാനപ്പെട്ട DGPയുടെയും ഫോറൻസിക് ലാബ് ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ രാവിലെ 6:30 കൂടിയിട്ട് ഒരു ടീം, കേരളത്തിലെ മൊത്തം ഫോറൻസിക് ലാബുകളിലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെ ഇവിടെ നമ്മൾ പരിശോധനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ പരിശോധന ഏകദേശം പൂർത്തിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ആ ഏരിയയെ മൊത്തമായിട്ട് നമ്മൾ തരംതിരിച്ച് അവിടെ നിന്ന് എന്തൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള സാധ്യതകൾക്കനുസരിച്ച് മൊത്തം സാമ്പിളുകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അവിടെ പാക്കിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് നമ്മൾ കൈമാറും. അദ്ദേഹം അത് ഫോറൻസിക് ലാബിലേക്ക് കോടതി മുഖേന പരിശോധനയ്ക്ക് അയക്കും. പൊട്ടിയതും പൊട്ടാത്തതുമായ എല്ലാ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ രാസവസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു ഫലം നമുക്ക് ഈ പരിശോധന മുഖേന കാരണത്തിലേക്ക് നയിക്കുന്നത് അതായിരിക്കും. അതും സാധ്യതയുണ്ട്. എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് സാധ്യതകളുള്ള അപകടത്തിന് പല കാരണങ്ങളും നമുക്ക് പറയാമല്ലോ. കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, ഈ ചൂടിൻ്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാവും, പിന്നെ നിരോധിതമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും, ഏതും കാരണമാകാനുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് ഇവരുപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ പരിശോധനയിൽ വരുന്നത്. കനത്ത ചൂടുകൊണ്ട് തീപിടുത്തം ഉണ്ടാവും. ചൂട് കൊണ്ട് മാത്രമായിട്ട് തീപിടുത്തം ഉണ്ടാവില്ല, പക്ഷേ അതിനനുസരിച്ച് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ അങ്ങനെ കാണാറുള്ളത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാരണമാണ്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് ഒരു എക്സ്പ്ലോസീവ് സീനുകളിൽ. അതല്ലാത്ത ഇഷ്ടം പോലെ വേറെയും കാണാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയണമെങ്കിൽ നമുക്കിതിനെ എല്ലാവരും കൂടിയുള്ള ഒരു ഡിസ്കഷൻ വേണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പലയിടത്തും കണ്ടതിനേക്കാൾ തീവ്രത കൂടിയ ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നത്. തീവ്രത കൂടിയ ഒന്ന് തന്നെയാണ്. മറ്റു പലതിനേക്കാൾ എന്ന് പറയാൻ വയ്യില്ലെങ്കിലും ഇത് നല്ല തീവ്രത കൂടിയ ഒരു
സ്ഫോടനം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശോധനയ്ക്കായി പ്രത്യേകമായ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുള്ളതും അതിൻ്റെ പരിശോധനാ ഫലം എത്രയും വേഗം ലഭ്യമാക്കുന്ന രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. എക്സാക്ട്ലി. അതായത് നമ്മൾ ഒന്നിപ്പോൾ പത്രമാധ്യമങ്ങൾ വന്നു പോയപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വന്ന എന്തെങ്കിലും ഒരു പ്രശ്നമാണോ വീഴ്ചയാണോ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് കെമിക്കൽസ്. ഇവിടെ ഈ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച കെമിക്കൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി വെരിഫൈ ചെയ്യേണ്ടതാണ്. ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ അതിനൊരു ക്ലാരിറ്റി കിട്ടും. അവിടെ നടന്ന അപകടം 15 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു വീടിൻ്റെ CCTV ഫുട്ടേജിനകത്ത് അവിടുത്തെ മരമിളകുന്നതും അവിടെ ആ ശബ്ദം മുഴങ്ങി കേൾക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് വരെ പുറത്തു വന്നിട്ടുണ്ട്. ആ വന്ന വീഡിയോയുടെ അടിയിലൊരു കമൻ്റ് ഉണ്ട്, 28 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടുകാർ വരെ ഈ ചെറിയ ഇടിമുഴക്കം പോലത്തെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പം എത്ര വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അവർ ഉപയോഗിച്ച കെമിക്കൽ എന്താ? ഇവിടെ ഏത് ഗൈഡ് ലൈൻസ്, ഏത് റൂൾ കർവാണ് ഇവർ പാലിച്ചിട്ടുള്ളത്? എന്തിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് അവർ എടുത്തിട്ടുള്ളത്? എന്തൊക്കെ രീതിയിലുള്ള കെമിക്കൽസ് ഇത് ലീഗൽ ഓർ ഇല്ലീഗലായിട്ട് ഇവർ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ ഇനി ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നാലേ നമുക്കിതിന് ക്ലാരിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതേപോലെ നടക്കുന്ന ബാക്കി വെടിക്കെട്ടുകളും അതിൻ്റെ പ്രിപ്പറേഷൻസും ഒക്കെ ഇനി മുതലെങ്കിലും കൃത്യമായി നിരീക്ഷണത്തിൻ്റെ അണ്ടറിലാക്കി അത് കൃത്യമായി അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കൊണ്ടുവരണ്ടേ? ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, റോഡിലൊരു പെട്ടിക്കട തുടങ്ങാൻ വരെ 100,000 തവണ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പഞ്ചായത്തിലും കയറി ഇറങ്ങണം. കണ്ട് രാഷ്ട്രീയക്കാരുടെ ഒക്കെ മൂഡ് വാങ്ങണം. ഉള്ള ട്രേഡ് യൂണിയൻ്റെ ഒക്കെ പിന്നാലെ പോകണം. എന്തൊക്കെ രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ ഇവിടെ ഉണ്ട് ഇല്ലേ? ഇതിനൊന്നുമില്ല. ആൻഡ് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ടും ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായി പാലിച്ചോ എന്ന് നോക്കാത്ത ഉദ്യോഗസ്ഥരെ ഒരു ഡിസ്മിസ് പോലും ചെയ്തിട്ടില്ല. ഇതിലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കാണൂലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണൂലോ. ഇവിടെ ഇത്ര എക്സ്പ്ലോസീവ് വെക്കാനേ പാടൂ എന്ന് നോക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഇവിടെ ഈ രീതിയിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കാൻ പാടുള്ളൂ നോക്കാൻ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഇവരെ ഔട്ട് ആൻഡ് ഔട്ട് ഓഡിറ്റ് ചെയ്യാനും നിരീക്ഷിക്കാനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണുമല്ലോ ഗവൺമെൻറ്റിൽ. അതിൻ്റെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടും അവർ കണ്ണടയ്ക്കുന്നത് കൊണ്ടും അല്ലേ ഇങ്ങനത്തെ ഒരു അപകടം അതിന് വഴിവെച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ദുരന്തത്തിൽ ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടെത്തി ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വന്ന വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അവർക്കൊരു സസ്പെൻഷൻ കൊടുക്കണ്ടേ? അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അതൊന്നും ഒരു മാറ്ററേ അല്ല. ഇവിടെ ഒരുപാട് പേര് ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരും കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാം കൈ കഴുകി രക്ഷപ്പെട്ടു. ഇനി ഇത് വരും ദിവസങ്ങളിൽ ഞാൻ ഉറപ്പ് പറഞ്ഞ ഫോറൻസിക് റിപ്പോർട്ട് വന്നാലടക്കം ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നു എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സംശയം ഇതൊരു നരബലിയാണോ എന്ന് വരെ സംശയമുണ്ട് എനിക്ക്. സംഭവിക്കാറുണ്ട്. വലിയ വലിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നവർ വരും കാലങ്ങളിൽ ഇനിയും ഞങ്ങളുടെ ദൈവം പവർഫുൾ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടേ കരുതിക്കൂട്ടി ചിലപ്പോൾ ഏതെങ്കിലും ഭ്രാന്തന്മാർ പോയിട്ട് അവിടെ പറയുന്നില്ല. ഇനി സഫാരി ചാനലിൽ ഓക്കെ ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, പടക്ക നിർമ്മാണത്തിനിടയിൽ വരുന്ന അപകടങ്ങളുടെ കാരണത്തിനെ കുറിച്ചുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് ടാബിൽ പ്ലേ ചെയ്ത് തരാം. ചൂട് കൂടിയാൽ തീ പിടിക്കണ ഇതുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് ചൂട് കൂടിയെന്ന് പറയുമ്പോ പെല്ലറ്റ് ഇല്ലേ നമ്മൾ കളറുകൾ, അതാണ് സൂക്ഷിക്കേണ്ടത്. അത് ചൂട് കൂടിയ നമ്മള് ഒരു 10-11 മണി ആകുമ്പോഴേക്കും നമ്മളത് വെയിലത്തുനിന്ന് തണലുള്ള സ്ഥലത്തേക്ക് വെക്കണം. എത്ര കിടന്നാലും വെയിലത്ത് കിടന്നാലും കുഴപ്പമില്ലാത്ത കെമിക്കലുകളുണ്ട്, അത് വിഷയമല്ല. അപ്പൊ ഇതില് നമ്മളൊരു നോക്കി 10 മിനിറ്റ് കയറ്റാൻ ഞാൻ കഞ്ഞി കുടിച്ചിട്ട് അത് കയറ്റാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവിടെ പണി പാളും. അപ്പോൾ ശരിക്കും ഒരു ജാഗ്രത കുറവ് അതിലുണ്ട്. പിന്നെ ഈ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആകുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. അതും അവിടെ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഇത് നിറക്കി കഴിയുമ്പോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് അപകടത്തിന്റെ ഒരു കാരണമാണ്. ഇപ്പൊ ഈ കെമിക്കൽ നിറച്ചതിന് ശേഷം ടൈമർ ഫിറ്റ് ചെയ്യുക. ഈ ടൈമർ ഫിറ്റ് ചെയ്യുന്നതും ഒരു അപകടം പിടിച്ച പണിയാണ്. ഈ 60-70% അപകടങ്ങളും മാനുഫാക്ചറിങ് സ്ഥലത്ത് ഉണ്ടാവണതിന്റെ കാരണം ഈ നിറയ്ക്കുന്ന ഷെഡിന്റെ അവിടെ നിന്നുണ്ടാവണതാണ്. ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നിരോധിത കെമിക്കൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതാണ് ഇപ്പൊ അപകടം ഇല്ലാത്തതിന്റെ മറ്റൊരു കാരണം. കുറച്ചു കാലമായിട്ട് അപകടങ്ങളെ കുറിച്ച് കേൾക്കുന്നില്ല. അത് നമ്മള് പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിക്കണോണ്ടാ. പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ കെമിക്കലിനെ നമ്മൾ അടിച്ചാലോ കുത്തിയാലോ
വിഷയമില്ല. ഈ പൊട്ടാസ്യം ക്ലോറൈറ്റിന് പകരം പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം പൊട്ടാസ്യം ക്ലോറൈറ്റ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ അവന് ബാധിക്കും. മർദ്ദം ചെന്നാൽ പൊട്ടും. മർദ്ദം ചെന്നാൽ പൊട്ടും. ഒരു ചെറിയ മഞ്ഞ് കൊണ്ടു വെള്ളത്തിന്റെ അംശം ഉണ്ട്, പിറ്റേ അവൻ വെയിലായി എന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ കുമ്മായ നീർന്ന പോലെ കക്ക നീർന്ന പോലെ ഉള്ള ഒരു പ്രവണത ഉണ്ടാവും. അത് നേറിയ ഉടനെ തീയാവില്ല അതിന്റെ ജോലി. അലുമിനിയം പൗഡറിലേക്ക് അപ്പൊ വെള്ളവും അപകടകാരിയാവിനല്ലേ? വെള്ളം അപകടകാരിയാണ്. അതാണ് ഈ കെമിക്കൽ വരുമ്പോൾ നമ്മള് ഒരു ബാഗ് കെമിക്കൽ വരുമ്പോൾ ആ ബാഗ് കെമിക്കല് വെള്ളം നിറഞ്ഞിട്ടുണ്ടോ, വാട്ടർ കണ്ടന്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി സംശയം ഉണ്ടെങ്കിൽ അത് വെയിലത്തിട്ട് ഉണക്കി ശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കെമിക്കൽ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ശരിക്കും, ചെറിയ ഗ്രാമൊക്കെ. അപ്പോൾ അതിന്റെ പ്രവർത്തനം നമുക്കറിയാം. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോനടിയിലും ഇതുപോലെ ഇതിൻ്റെ ഡിസ്കഷൻ നടന്ന പല വീഡിയോസിനടിയിലും മീഡിയാസിൻ്റെ പ്രസൻസും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ പ്രസൻസും ഒക്കെ പറഞ്ഞ് പലരും നമ്മൾ സംസാരിച്ച സമയത്ത് അതിനിടയിലുള്ള കമൻറ്റുകളിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ ഈ ഫോണിൻ്റെ ഫ്ലാഷ്, ലൈറ്റ്, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് നിന്ന് പുറത്തോട്ട് വരുന്ന ഇലക്ട്രിക്കൽ വൈബ്രേഷൻസ്, തരംഗങ്ങൾ, ഇതൊക്കെ പ്രശ്നമാവാം എന്നുള്ള രീതിയിലുള്ള കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം പറയുന്നത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്, ക്ലോറൈഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ റൂൾ കർവ് വെച്ചിട്ട് ഇപ്പം നൈട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത്, പൊട്ടാസ്യം ക്ലോറൈഡ് അല്ല എന്നുള്ളത്. ഓക്കെ, ഇന്ന് ആ ദിവസം, അതായത് ഈ അപകടം നടന്ന ദിവസത്തിൽ മനോരമയുടെ റിപ്പോർട്ടർ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകളും ആ റിപ്പോർട്ടറോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളും അവർ അന്ന് രാത്രി പറയുന്നുണ്ടായിരുന്നു ന്യൂസിൽ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പേടി തോന്നി. കാരണം നമ്മൾ ബൈറ്റ് എടുക്കാനും കാര്യങ്ങളുമായിട്ട് അവരിരിക്കുന്ന അതേ തറയിൽ നമ്മളും ഇരിക്കും. തറയിലിരിക്കുമ്പോൾ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ കരിമരുന്നാവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ കാലിൽ ഞാൻ കണ്ടതാണ് ഒരു ചേട്ടൻ്റെ കൈയും കാലും നിറയെ കരിമരുന്നുമായിട്ട് ആ ചേട്ടൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടതാണ്. കണ്ടപ്പോൾ എനിക്ക് നല്ല പേടി തോന്നി. എനിക്ക് പേടിയായിട്ട് ഞാനത് മൊത്തം കഴുകി കളഞ്ഞിട്ടാണ് അവിടെ നിന്ന് വന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, മൊബൈലിൽ നിന്ന് ഫ്ലാഷ് വരരുത്, ക്യാമറയിൽ നിന്ന് ഫ്ലാഷ് വരരുത് എന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. കയ്യിലും കാലിലും പറ്റുന്നത് അവർ അപ്പോഴേ കഴുകി കളയുന്നുണ്ട്. ഇപ്പോൾ 10 മണിയോട് കൂടിയാണ് ഞങ്ങൾ വെടിക്കെട്ട് പുരിയിലേക്ക് എത്തിയത്. നാളത്തേക്കൊരു സ്റ്റോറിക്ക് വേണ്ടി, തൃശ്ശൂർ പൂരത്തിനുള്ള വെടിക്കെട്ടുകൾ തയ്യാറാകുന്നു എന്നൊരു സ്റ്റോറിക്ക് വേണ്ടി ഒരു 3 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. 3 മണിക്കൂറോളം ചെലവഴിച്ചു. മൊബൈലിൽ നിന്നൊന്നും ഫ്ലാഷ് വരരുത്, ക്യാമറയിൽ നിന്ന് ലൈറ്റ് പുറത്ത് വരരുത്, ഇതൊക്കെ അവിടെ ഈ പണിയെടുക്കുന്നവരാണ് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇവരെ ഗൈഡ് ചെയ്യാനും ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനും ഇവരുടെ കാര്യങ്ങൾ നോക്കാനും അവിടെ പ്രത്യേകിച്ച് ഒരാളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവർ ഈ പറഞ്ഞ 10 മണിയോടുകൂടിയുള്ള സമയം 3 മണിയും കൂട്ടിക്കഴിഞ്ഞാൽ 11, 12, 1 മണി 2:30 കൂടിയിട്ട് അവിടെ സ്ഫോടനം ഉണ്ടാകുന്നു. ഈ ടൈമിൽ ഇവർ മാത്രമല്ല, അവിടെ ഒരുപാട് ചാനലുകളുണ്ട്, എല്ലാ ന്യൂസ് ചാനൽസും ഉണ്ട്. അതിന് പുറമെ യൂട്യൂബ് ചാനലുകൾ കുറച്ചുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. ഇതിൽ ആരുടെ ഫോണിൽ നിന്നും ഒരു അബദ്ധം സംഭവിക്കാം, മനസ്സിലായോ? ആൻഡ് എസ്പെഷ്യലി ഈ കെമിക്കൽസ് ഇവർ മാറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ഫ്ലാഷോ കാര്യങ്ങളോ വരരുത് എന്നുള്ളൊരു മുൻകരുതൽ സംസാരം അവർ സംസാരിക്കാതെ ഇരിക്കൂലല്ലോ. അങ്ങനെയും ചിന്തിക്കാം. ഇനി അടുത്തത് എനിക്ക് ഇവിടെ മനോരമ ഓൺലൈൻ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. മുണ്ടത്തിക്കോട് അപകടത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ കണ്ടത്. ഓക്കെ, ഇതാണ് ആ പെർട്ടിക്കുലർ വീഡിയോ. അതായത് അന്നേ ദിവസം അവരവിടെ പോയപ്പോൾ അവർ ചിത്രീകരിച്ച വീഡിയോ. ഈ വീഡിയോയുടെ റെലവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മീഡിയാസിൻ്റെ പ്രസൻസിനെ കുറിച്ചൊരു ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ വൈഡ്ലി നടക്കുമ്പോൾ ഇവരുടെ ഈ വീഡിയോയിലൊരു നറേഷനുണ്ട്. ഓക്കെ, 1 by 1 നമുക്ക് ഈ വീഡിയോ കാണാം, എന്നിട്ട് ആ നറേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഇത് ചെയ്യുന്ന തൊഴിലാളികള് ട്രഡീഷണൽ കലാകാരന്മാരാണ്. അവർ വെടിക്കെട്ടിന്റെ ഇതില് വൈവിധ്യം നേടിയിട്ടുള്ള ആളുകളാണ്. ഇതിലെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വരുമാനം ഇതൊന്നുമില്ല. ഇതൊരു ആ സമയത്ത് കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ അവർക്കുള്ളൂ. തൃശൂർ പൂരം വെടിക്കെട്ടിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെക്കുറിച്ച് അറിയാനാണ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുടെ അനുമതിയോടെ മനോരമ ഓൺലൈൻ വാർത്താ സംഘം മുണ്ടത്തിക്കോടെത്തിയത്. മറ്റു മാധ്യമപ്രവർത്തകരും അവിടെയുണ്ടായിരുന്നു. കുട്ടംകുളം പാടത്തിനോട് ചേർന്ന് ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു വെടിക്കോപ്പ് നിർമ്മാണം. ദേവസ്വം പ്രവർത്തകർ വിളിച്ചു വരുത്തി എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് പെർമിഷൻ കൊടുത്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട്. ആ പെർമിഷൻ കൊടുത്തത് ആര്, എന്തിനു വേണ്ടി ഇത്രയും മീഡിയാസിന് ഒറ്റ ദിവസം ഒരേ സമയത്ത് പെർമിഷൻ കൊടുത്തു? ദുരൂഹതയല്ലേ? അടുത്തത് സ്കിൽഡ് ലേബർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഇവർ സ്കിൽഡാണ്. ഈ പറഞ്ഞ
പടക്ക നിർമ്മാണത്തിന് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വ്യക്തി പറയുന്നത്. ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോയിൽ എനിക്ക് വേറെ കുറച്ച് ഈ സ്കില്ലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വഴിയിൽ തന്നെ നോ എൻട്രി ബോർഡ് കാണാം. പ്രദേശവാസികളെ വിലക്കാനാണ് ഈ ബോർഡ്. അയ്യോ, അതൊരു വല്ലാത്ത നോ എൻട്രി ബോർഡായിപ്പോയി. ഈ നോ എൻട്രി ബോർഡിനെ കുറിച്ചുള്ള ഡിസ്കഷനും ഇവർ വീഡിയോനകത്ത് നറേഷൻ കൊണ്ടുവരാൻ കാരണം എന്താ? നോ എൻട്രി ബോർഡ് ഉണ്ടായിട്ട് പോലും മീഡിയ എങ്ങനെ കയറി എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓൾറെഡി പറഞ്ഞു ഇവർക്ക് ദേവസ്വത്തിൽ നിന്ന് പെർമിഷൻ കിട്ടി, വന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ടാണ് നോ എൻട്രി ബോർഡ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഓൾറെഡി വിളിച്ച് വന്ന ആളുകളാണ്. അതവിടെ അങ്ങോട്ട് അവരെന്ത് ചെയ്തു, സ്റ്റാമ്പ് ചെയ്ത് വെച്ചു. പിന്നെ ആ നോ എൻട്രി ബോർഡിന് ഓൾറെഡി എന്താ ഒരു സൈഡിലെ കെട്ടൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. പിന്നെ ഈ നോ എൻട്രി ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ വരാതിരിക്കും. ദേവസ്വത്തിലടക്കമുള്ള ആളുകൾ, പൂരപ്രേമികളായിട്ടുള്ള, വെടിക്കെട്ട് പ്രേമികളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ വന്ന് നോക്കി പോയതിന് എന്താ പറയുക, ഇൻഫർമേഷൻസൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മളോടൊക്കെ അത് ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. ഈ 40 പേര് 38 പേര് എന്ന് പറഞ്ഞാൽ കണക്കൊന്നുമില്ല ചേട്ടാ, ഇഷ്ടംപോലെ ആളുകൾ ആ സമയത്ത് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒന്നാമത് ഷൂട്ടിംഗ് കൂടി നടക്കുന്ന സമയമായതുകൊണ്ട് പലരും ഇത് കാണാനും അവിടെ നിൽക്കാനും വേണ്ടി വന്നവരും പോയവരുണ്ട്. പലരും മിസ്സിങ്ങുമാണ്. ഈ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ കണക്കൊക്കെ പുറത്തു വരും. മനസ്സിലായോ? ഇനി ഏതെങ്കിലും ഒരു മീഡിയ പേഴ്സൺ തന്നെ അതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് തന്നെ ക്ലാരിറ്റി ഇല്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. തൊഴിലാളികളിൽ പലരും മറ്റു ജോലികൾ കൂടി ചെയ്യുന്നവരാണ്. അവരിൽ ബസ് കണ്ടക്ടർ മുതൽ സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നവർ വരെയുണ്ട്. പൂതി കൊണ്ടാണ് ബസ്സിലെ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് വന്നതെന്നും ഇവിടെ സേഫാണ്, പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് കണ്ടക്ടർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഓരോ സെക്ഷനും ഉണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ, പല സൈഡിലാണ് ഓരോ സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ സുരക്ഷ. ഇപ്പൊ എല്ലാതും ഒരുമിച്ചിട്ടല്ല, ഓരോ പണികളും ഓരോ സൈഡിൽ അതിന് പ്രത്യേക ദൂരപരിധി വെച്ചിട്ട് ആ പരിധിയിലാണ് ഇതൊരുക്കുന്നത്. പടക്ക നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഗിരിച്ചേട്ടനാണ്. കെമിക്കലുകൾ നിരോധിച്ച കാരണം കുറെ മുട്ടകൾ നമുക്ക് ഒഴിവാക്കേണ്ട വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിന്. അപ്പൊ ഈ അവര് പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ മുട്ട എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ എന്താ മനസ്സിലായേ, ഇവരൊക്കെ വേറെ ജോലി ചെയ്യുന്ന ആളുകളാണ്. സ്ഥിരമായിട്ട് പടക്ക നിർമ്മാണ മേഖലയിലുള്ള വ്യക്തികളല്ല. ഹൈലി സ്കിൽഡ് ലേബേഴ്സ് അല്ല അവരൊന്നും. സ്കില്ല് ഉണ്ടായിരിക്കും, പക്ഷെ ഹൈലി സ്കിൽഡായിട്ട് ഇതന്നെ പ്രവൃത്തി ദൈനംദിനമായിട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളല്ല. ബസ് കണ്ടക്ടർമാർ, മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഈ ഒരു ഇതിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് പോസ്റ്റൊക്കെ ഇട്ടുള്ള ഞാൻ ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്റ്റിൽ പറയാം, ഇതിൻ്റെ തുടക്കത്തിൽ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യത്തെ പീസ് പ്ലേ ചെയ്തപ്പോൾ ഒരു ചേട്ടൻ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സാണ് ഇതിൽ എന്നുള്ളത്. എടീ, വേറെ ജോലിക്ക് പോകുന്ന ആളുകൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിൽ വന്നിട്ട് പടക്കം നിറയ്ക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ അവരുടെ സ്കില്ല് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെങ്കിൽ അറിയാൻ പറ്റും? ഇത് സ്ഥിരമായിട്ട് ഈ തൊഴിൽ ചെയ്യുന്ന ആളുകളെ കൊണ്ട് തന്നെയല്ലേ ഇത്. അതും ഡേഞ്ചർ, അവരെന്നെ അത് ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. കൂട്ടത്തിൽ ഇതേപോലെ ആളുകൾ വന്നിരുന്ന് ഇടയ്ക്ക് ഇതേപോലെ വരും. അവരുടെ ഹോബി, അവരുടെ പാഷൻ, അല്ലെങ്കിൽ ആ പൂരത്തിനോടുള്ള അവരുടെ ഒരു സ്നേഹം. അങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾക്ക് ഇരുത്തി കൊണ്ടുവന്ന് അവർക്ക് കയ്യിൽ ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നൊക്കെ, അതിനൊക്കെ ഡേഞ്ചർ എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് കാര്യമില്ല. ഇനി ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ട്, ഇനി ഇങ്ങനെ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇനി ബിഗ് ടി വിയിലെ ആങ്കർ 2 ഗുണ്ട് കൈ പിടിച്ച് നിന്നൊരു നിപ്പുണ്ട്. ഇത് ചെറിയ ഗുണ്ട്, ഇത് വലിയ ഗുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഐറ്റംസ് ഒക്കെ അണിയറയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പൂരത്തിന്റെ വെടിക്കെട്ട് കളറാക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുട്ടാ എൻ്റെ കുട്ടിയത്, എന്താ കാണിക്കുന്നത്? കയ്യിൽ 2 ഗുണ്ടും പിടിച്ച് 34 ആ മൈക്കും പിടിച്ച് അങ്ങനെ നിൽക്കുക. കൊള്ളാ കളി കെട്ടി, കൊള്ളാൻ നന്നായിട്ടുണ്ട്. ഇനി കൂടി കണ്ടോ? എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ ഐറ്റംസും കൂടിയാലാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നന്നാവുള്ളൂ. പെസോ നിയന്ത്രിക്കുന്ന അവരുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇത് പ്രൊഫഷനായിട്ട് കൊണ്ടുനടക്കണവർ മാത്രമല്ല. ഞാൻ നോക്കിയപ്പോൾ ഒരാൾ തകൃതിയായിട്ട് പണിയുണ്ട്. കൈയൊന്ന് കാണിച്ചേ, നോക്കിയേ, കൈ കണ്ടോ, ഫുൾ മരുന്നാണ്. അപ്പോൾ ഇത് പണിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളല്ല. നമ്മുടെ എന്താണ് ആരാണ് പൂരത്തിന്റെ തിരുവമ്പാടിയുടെ കമ്മിറ്റിയാണ്. നല്ല രീതിയിൽ നടക്കണമെന്ന് നമുക്ക് ഇതിന്റെ ഒരു ക്രൈസാണ്. അതായത് ഞാൻ കമ്മിറ്റിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിയില്ല. തൃശ്ശൂർ പൂരത്തിന് ഒരു കമ്മിറ്റിക്കാരും മാറിയില്ല. നമ്മളെ തൃശ്ശൂർ പൂരത്തിന് ഓരോ ടീമായിട്ട് നിൽക്കുന്നു. ഒരു ക്രൈസുള്ള ഒരു ചമയം, ഒരു ക്രൈസുള്ള ഒരു ആന, ഒരു ക്രൈസുള്ള ഒരു വെടിക്കെട്ട്, ഒരു ക്രൈസുള്ള ഒരു ഫുഡ്, എല്ലാവരും ഒരു കേസ് പന്തല്, മേളം, അങ്ങനെ മൊത്തം ഒരു ടീമാണ് തൃശ്ശൂർ. ക്രൈസിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ചേട്ടാ ഈ വന്ന് ചെയ്യുന്ന ഒരു ഐറ്റം? പിന്നെ ബിഗ് ടി വി ഇതിൽ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ഫോടനത്തിന് 1.5 മണിക്കൂർ മുമ്പ്
ഷൂട്ട് ചെയ്ത വീഡിയോ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആലോചിക്കൂ, സ്കിൽഡ് ലേബറായിട്ട് അവർ കൃത്യമായി ഈ തൊഴിൽ ചെയ്യുന്നവർ പോലും ഹൈ റിസ്ക് ആണ് എന്ന് പറയുന്ന തൊഴിൽ, ഇതേപോലൊരു പൂരം വരുമ്പോൾ മാത്രം ആ തൊഴിലിലേക്ക് ഇറങ്ങി അവരത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഗൈഡ് ലൈൻസ് പോലെ ഇവർ പെസോ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്, ഇതിൻ്റെ തൊഴിലാളികൾ, പാരമ്പര്യ തൊഴിലാളികൾ, അവരെ കൊണ്ടല്ലേ ഇത് ചെയ്യിക്കേണ്ടത്. ഈ ചേട്ടനാണ് കുറച്ച് മുമ്പ് മനോരമയിൽ ഈ പടക്കങ്ങളെക്കുറിച്ച് ഇവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത്. ഈ ചേട്ടൻ സ്ഥിരം തൊഴിലാളിയാണോ? അങ്ങനെ സ്ഥിരം തൊഴിലാളികളല്ലാത്ത ആളുകളുടെ കയ്യിൽ ഇത്രയും വീര്യം കൂടിയ അല്ലെങ്കിൽ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്ത് അവരിരുന്ന് പണിയുമ്പോൾ, ഇപ്പോൾ 4 ഷെഡ് അപ്പുറത്തും ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഏതെങ്കിലും ഒരാളുടെ ഇന്നൊരു അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈമർ വെക്കുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊക്കെ എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ എക്സ്പീരിയൻസ് കുറവുണ്ടോ, അല്ലെങ്കിൽ ഇത് സ്ഥിരം ചെയ്യുന്ന ജോലിയല്ലല്ലോ, എക്സ്പീരിയൻസ് കുറവ് വരാതിരിക്കൊന്നുമില്ലടേ. അങ്ങനെ വന്നതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഞാൻ എന്താ പറയുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ എല്ലാവരും കൂടി ഇന്ന നെഞ്ഞത്തേക്ക് കയറും ചാനലുകാർ. പക്ഷേ പറയാനുള്ളത് പറയണമല്ലോ. ഇത് മാത്രമല്ല, ഇതിനിടയിൽ വേറൊരു കാര്യം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത്, മനോരമ തന്നെ ആദ്യം പോസ്റ്റ് ചെയ്തപ്പോൾ തൃശ്ശൂർ വെടിക്കെട്ടിന് 1 മണിക്കൂർ മുമ്പ് സംഭവ സ്ഥലത്ത് മനോരമ ഓൺലൈൻ സംഘം പകർത്തിയ ദൃശ്യം എന്ന് കൊടുത്തത്. ഇത് ഭയങ്കര സീനായി, ഇത്രയും വിഷയങ്ങളായി, മീഡിയയ്ക്ക് നേരെ ചോദ്യം വന്നു എന്ന് കണ്ട സമയത്ത് തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ ചിത്രീകരിച്ച ദൃശ്യം എന്ന്, അത് രാവിലെ ചിത്രീകരിച്ചു എന്നുള്ള രീതിക്ക് അവർ മാറ്റി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചോദ്യം ചെയ്യുക. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അപ്പോൾ 1 മണിക്കൂർ മുമ്പ് വരെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ലേ? ഈ സേഫ്റ്റി ഒന്നും പാലിക്കാതെ ഇവരിരുന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടും നിങ്ങളത് ഗ്ലോറിഫൈ ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് പോസ്റ്റ് ചെയ്തേ അല്ലെങ്കിൽ എടുത്തു വെച്ചേ? ശരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാധ്യമങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ അവരെ ഒരു സേഫ്റ്റി മെഷേഴ്സും പാലിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ അവരെ പറഞ്ഞത് അവയർനെസ് കൊടുത്ത് ആ രീതിയിൽ പുറത്താ കാര്യങ്ങൾ അറിയിച്ച് അതിലൊരു അവയർനെസ് അല്ലേ കൊണ്ടുവരണ്ടേ എന്നുള്ള ചോദ്യം കൂടി ഇവർക്ക് നേരെയൊക്കെ വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അടിമുടി ഇതിനകത്തൊരു അട്ടിമറി ദുരൂഹത നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ചൂട് മാത്രം കാരണം സംഭവിച്ചു എന്നുള്ളതിലേക്ക് എന്തോ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒബ്സർവേഷനിൽ എത്താൻ പറ്റുന്നില്ല. ഇനി നാളെ ഫോറൻസിക് റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് വരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിലേക്ക് ഒരു ലീഡ് കിട്ടും. എന്നാലും എക്സാക്ട്ലി ഇത് ഇന്ന കാരണം കൊണ്ട് സംഭവിച്ചു എന്ന് പറയാൻ കുറച്ച് പാടായിരിക്കും, കാരണം അത്രയും ഹെവി എക്സ്പ്ലോഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. സോ അവരൊരു ഫൈനലൈസ് ചെയ്യുന്നത് എല്ലാ ഫാക്ടേഴ്സും കൂടിയും കൂട്ടി ഇതായിരിക്കാം എന്നായിരിക്കും, ഇതാണ് എന്നാവാൻ ഒരു ചാൻസും ഇല്ല, ഇതായിരിക്കാം എന്നുള്ളതിലേക്ക് എത്താൻ ചാൻസ് ഉള്ളൂ. ബൈ ദ വേ, മീഡിയാസ് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു തരം എത്തിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെല്ലാ സ്ഥലത്തും കീപ്പപ്പ് ചെയ്ത് നിങ്ങൾ മാതൃകയായാലും നമുക്കും കൂടി അതൊരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ നിങ്ങളും ശ്രദ്ധിക്കുക.